മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് NDA അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഗ്രൂപ്പ് C തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 16 ഫെബ്രുവരി 2024 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള പ്രായപരിധി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇതിനെപ്പറ്റി കംപ്ലീറ്റ് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തതാണ്. കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അത് ലഭിക്കും. ഈ ഒരു വീഡിയോൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് അടുപ്പിച്ച് കാണുന്ന വീഡിയോ ആണ്. പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ NDAയിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഓൺലൈനായിട്ടൊരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 16 ആണ്. ആരെങ്കിലും ഇനി അപേക്ഷിക്കാൻ ബാക്കിയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വലിയൊരു വീഡിയോ ആണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിൽ അപേക്ഷിക്കേണ്ട ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് അതായത് LDC വന്നിട്ടുണ്ട്. അതിന് 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. +2 വേണം. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 തന്നെയാണ് യോഗ്യത. പിന്നെ സ്കിൽ ടെസ്റ്റ് സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം. സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡിക്റ്റേഷനും ട്രാൻസ്ക്രിപ്റ്റും ഇവിടെ പറയുന്നുണ്ട്, അതുണ്ടാകുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഡ്രാഗ്സ്മാൻ തസ്തിക പറയുന്നുണ്ട്. 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. +2 തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത. ITI സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 year എക്സ്പീരിയൻസും ആവശ്യമാണ്. പിന്നെ പറയുന്നത് സിനിമ പ്രൊജക്ഷനിസ്റ്റ് ആണ്. ഗ്രേഡ് 2 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാം. +2 തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത. 2 വർഷത്തെ എക്സ്പീരിയൻസ് സമാന മേഖലയിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ കുക്കാണ്. 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാം. +2 തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതില്ലാത്ത പക്ഷം ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2ഉം ഈ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും ഇല്ലാത്തവർക്ക് ITIയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വന്നിട്ടുള്ളത് കമ്പോസിറ്റർ കം പ്രിന്റർ തസ്തികയാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. +2ഉം അതുപോലെ ITIയുമാണ് യോഗ്യത. പിന്നെ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 അതുപോലെ തന്നെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. കാർപ്പൻറ്റർ 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതില്ലാത്ത പക്ഷം ITIയും 2 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫയർമാൻ വന്നിട്ടുണ്ട്. 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിന് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 6 മാസം മിനിമം 6 മാസമുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡിസേബിൾ ആണ്. ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ്. മിനിമം 165 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. ചെസ്റ്റ് 81 വേണം. 81.5 ആണ്. 85 ആക്കാൻ സാധിച്ചിരിക്കണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ 50 കിലോഗ്രാം ഭാരം മിനിമം ഉണ്ടായിരിക്കണം. ക്യാരിങ് മെൻ ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ജമ്പ് ഉണ്ട്. പിന്നെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്. ഇതൊക്കെ ഫിസിക്കലായിട്ടാണ് ഫയർമാൻ്റെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വന്നിട്ടുള്ള തസ്തിക ടെക്നിക്കൽ അറ്റൻഡൻറ്റ്, അതുപോലെ തന്നെ ബേക്കർ ആൻഡ് കോൺഫെക്ഷണർ തസ്തികയാണ്. അതിന് ITI സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. റിലേറ്റഡ് സമാന മേഖലയിലുള്ള ITI വേണം. അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസ് ബേക്കർ ആൻഡ് കൺഫെക്ഷണറിൽ ഉണ്ടെങ്കിൽ, ട്രേഡിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ അറ്റൻഡൻറ്റ് മറ്റൊരു തസ്തിക കണ്ടിട്ടുണ്ട്. സൈക്കിൾ റിപ്പയറർ ആണ്. 18 to 25 വയസ്സ് വരെ അതിന് അപേക്ഷിക്കാം. മുകളിൽ പറഞ്ഞതിന് 18 to 25 വയസ്സ് വരെ തന്നെയാണ്. അതിന് ITI സർട്ടിഫിക്കറ്റ് സമാന മേഖലയിൽ സൈക്കിൾ റിപ്പയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 10ാം ക്ലാസ്സും 1 വർഷത്തെ എക്സ്പീരിയൻസ് സൈക്കിൾ റിപ്പയറിംഗിൽ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. സമാന മേഖലയിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ TA പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. അതിന് അപേക്ഷിക്കാനായിട്ട് 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതായിരിക്കുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ITI സർട്ടിഫിക്കറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിൽ ഒരു ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലാത്ത പക്ഷം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ 1 year എക്സ്പീരിയൻസും കൂടി ആവശ്യമാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ TA ബൂട്ട് റിപ്പയറർ ആണ്. അതിന് അപേക്ഷിക്കാൻ 18 to 25 വയസ്സ് വരെയാണ് പ്രായപരിധി. ITI സർട്ടിഫിക്കറ്റ് വേണം. അല്ലാത്ത പക്ഷം 10ാം ക്ലാസ്സും 1 year എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. മിനിമം 10ാം ക്ലാസ് വെച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞിട്ടുള്ള ഏജിൽ നിന്നെല്ലാം
SC/ST ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. അതുപോലെ OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ നൽകപ്പെടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ, അതായത് അപേക്ഷിക്കുന്ന എല്ലാവരെയും അവർ സെലക്ട് ചെയ്യത്തില്ല. ഒരുപാട് പേര് അപേക്ഷിക്കും. പ്രത്യേകിച്ച് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മെസ്സേജ് അയക്കും. ആരൊക്കെയാണോ സെലക്ട് ആയിട്ടുള്ളത് അവർക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾക്ക് സെൻറ്റർ ഉണ്ടാവില്ല, കേരളത്തിൽ ഉണ്ടാവത്തില്ല. പൂനെ ആയിരിക്കും അധികവും നമുക്ക് സെൻറ്റർ കിട്ടാനായിട്ടുള്ള ചാൻസ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. എക്സാം സിലബസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തതാണ്, കവർ ചെയ്തതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള വീഡിയോ കണ്ടാൽ മതി. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.